ചെറുതാണ്. ഇത് കാണാൻ ചെറുതാണെങ്കിലും ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സാധനം. നമസ്കാരം. അസ്ലാം മർലിയെക്കുറിച്ച് നമുക്ക് എല്ലാവരും അറിയാം. അവർ ഒരു വൈബ്രേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇലക്ട്രിക് വൈബ്രേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂട്യൂബിൽ ഒരു വീഡിയോസ് ചെയ്തു. അവരുടെ കണ്ടൻറ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ കണ്ടൻറ്റുകളിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നത്. നിരവധി കോൺട്രവേഴ്സികളൊക്കെ അവർക്ക് നേരെ ഉയരാറുണ്ട്. എന്നാൽ ഇവരുടെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം, ഈ ഒരു ഇലക്ട്രിക് വൈബ്രേറ്ററുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ വന്നതിന് ശേഷം നിരവധി യൂട്യൂബേഴ്സ് ഇതിനെതിരെയായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫായി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മനഃപൂർവ്വമാണ്. കാരണം അവർക്ക് നല്ല ധാരണ ഉണ്ട്, ഇങ്ങനെയൊരു സബ്ജക്റ്റ് പുറത്ത് വരുമ്പോൾ അതിന് നിരവധി ബാഡ് കമൻറ്റ്സ് അവർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ അവരെ ബാഡായി ചിത്രീകരിക്കുമെന്നുള്ളത് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതും ഒരു സ്വബോധത്തോടെ അവർ ചെയ്തതാണെന്നാണ് അവരുടെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ അത്തരം കണ്ടൻറ്റുകളാണ് അവർ അവരുടെ യൂട്യൂബ് ചാനൽ വഴി കൊണ്ടുവരുന്നത്. ഏതായാലും ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ഇതിനെതിരെയായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി എന്നൊരു തരത്തിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. അത് വളരെയധികം യൂട്യൂബേഴ്സിനിടയിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനിടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ആളുകളും ഇതിനെതിരെ വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ലൈഫ് ഓഫ് അനന്തു അദ്ദേഹം ചെയ്ത ഈ ഒരു വീഡിയോ അദ്ദേഹം എന്ത് ചെയ്തു, റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായിട്ടുള്ള ആ വീഡിയോയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ നമ്മളെ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലടെ, എല്ലാവരും പോങ്ങന്മാര് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. പുരുഷ സമൂഹത്തിന് തന്നെ ഒരു അപമാനമായി പോയി അസ്ലി ഇത് ഉള്ള കാര്യം പറയാം. ഈ ഒരു വീഡിയോ ട്രോളിക്കൊണ്ടാണ് അനന്തു ഇങ്ങനെ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആളുകൾ അനന്തുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ഇട്ടിരുന്നു. അനന്തുവിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, അനന്തു ഇങ്ങനെ വിചാരിച്ചില്ല, വളരെ മോശമായി പോയി, അസ്ല ചെയ്തത് തെറ്റൊന്നുമില്ല, അത് ആവശ്യമുള്ള വീഡിയോ തന്നെയാണ്, ഇതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയണം, ധാരണ ഉണ്ടാവണം, ഇത് ഇന്ത്യയിൽ നിരോധിച്ച സാധനമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ട്രോളിയ ആ വീഡിയോയ്ക്ക് തരെ നിരവധി കമൻറ്റുകളാണ് വന്നത്. ഒടുവിൽ അനന്തു ഗതികെട്ട് ആ യൂട്യൂബ് ചാനലിൽ നിന്നും ആ വീഡിയോ തന്നെ റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. അയൽക്കൂട്ടത്തിൽ ഞാൻ 2 കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഭർത്താവില്ലേ, പിന്നെന്ന് പറയുന്നത്, പിന്നെ ഒരു കമന്റ് എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഈഗോ വരും, ഇതൊന്നും യൂസ് ചെയ്യുന്നത് നല്ലതല്ല, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ. കുറേ പേര് മനസ്സിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. മാരേജ് ലൈഫിൽ നമ്മൾ ഒട്ടും സെക്ഷലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലാണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ, ഭർത്താവ് നമ്മളെ സുഖിപ്പിക്കുന്നില്ല. ഞാനിത് ഓപ്പണായി പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, ഭർത്താവിന് ഇത് പ്രഷർ കിട്ടുന്നില്ല, ഓർഗാസത്തിലോട്ട് എത്തുന്നില്ല, സുഖം കിട്ടുന്നില്ല. അസ്ലാം അലിയുടെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തുകൊണ്ടാണ് പല ആളുകളും പല യൂട്യൂബേഴ്സും വീഡിയോസ് ചെയ്തിട്ടുള്ളത്. വളരെ മോശമായിട്ട് അവരുടെ ഭർത്താവിനെ ആക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിലൊക്കെയാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ഇവരുടെ ഭർത്താവിൻ്റെ ഗതി എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ അസ്ലാം അലിയ എന്ന് പറയുന്ന വ്യക്തി വിവാഹത്തിന് മുന്നേയും അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിന് ശേഷവും ഇത്തരം കണ്ടൻറ്റുകൾ വെച്ചിട്ടാണ് അവരുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അതിനെക്കുറിച്ച് അവർ വിശദമായി പഠിച്ച് എന്നിട്ട് അതിനെക്കുറിച്ച് അവരുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരികയാണ്. പല കാര്യങ്ങളും നമുക്ക് സമൂഹത്തിൽ അറിയാത്ത പല കാര്യങ്ങളും അവരുടെ വീഡിയോസിലൂടെ നല്ല അറിവുകൾ നൽകുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഈ ഒരു നൂറ്റാണ്ടിൽ നമ്മൾ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ വേണം, കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ നൽകണം, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഇത്തരം വീഡിയോകളുടെ പ്രാധാന്യവും ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം വീഡിയോകൾക്കെതിരെ നൽകുന്ന ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സികളൊക്കെ തന്നെ പലരും പറയുന്നത് ഒരു തന്തവൈബ് ആയതുകൊണ്ടാണ് ഇത്തരം കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നത്, ഇത്തരം വീഡിയോസിനെ മോശമായി കാണുന്നത്, അല്ലെങ്കിൽ അത് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളാണ് അതിനെക്കുറിച്ച് ഇത്തരം നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് എന്ന തരത്തിലേക്ക് അത് മാറുകയാണ്. അപ്പോൾ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഒരുപാട് നല്ല യൂട്യൂബ് ചാനലാണത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൂടി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ഈ ഒരു യൂട്യൂബ് കണ്ടൻസിനും പ്രാധാന്യം സമൂഹത്തിലുണ്ട്, അതുകൊണ്ടാണ് അത് ആളുകൾ കാണുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ കൂടി തുറന്ന് കാണിക്കേണ്ടതായിരുന്നു എന്ന് നമ്മൾ പറയുകയാണ്. അല്ലെങ്കിൽ അതിനെ ആളുകൾ വിമർശിക്കും, അത് സ്വാഭാവികമാണ്, തന്തവൈബ് ആയതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ എത്ര ഇടുങ്ങിയ ചിന്താഗതിയാണെങ്കിലും അവരൊക്കെ ഇത് പോയി കാണുന്നുണ്ട്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. താങ്ക്